സൂര്യനോട് വളരെ അടുത്തുമല്ല, എന്നാൽ സൂര്യനിൽ നിന്ന് വളരെ അകലെയുമല്ല. കൃത്യമാണ് ആ ചൂടിന്റെ ഒരു അവസ്ഥയിൽ കണക്കായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവനുണ്ടായത്. കുറച്ചുകൂടി അടുത്താണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, കത്തിക്കഴിഞ്ഞ് മരുഭൂമിയായി. കുറച്ചുകൂടി അകലെയാണെങ്കിൽ വെറും മഞ്ഞ് മാത്രമേ ഉണ്ടാവും, തണുപ്പ് കുറഞ്ഞു പോകും. ചൂടുണ്ട് തണുപ്പുമില്ലേ, രണ്ടുമാണ് ഭൂമിയിലെ മഹത്വം. നമുക്ക് രണ്ടും ചൂടിന് പറയും എന്തൊരു ചൂട്, തണുപ്പിന് പറയും എന്തൊരു തണുപ്പ്, മഴ പെയ്താൽ പറയും എന്തൊരു മഴ. ഇങ്ങനെന്താ വേണ്ടത്? ഈ മഴയും വെയിലും ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയണം. മഴയെയും വെയിലിനെയും നിർത്തരുത്. ഈ കേരളത്തിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ മഴയും ഇഷ്ടംപോലെ മഴയും നല്ല വെയിലും ഉള്ളത് കൊണ്ടാണ് ഈ കേരളത്തിലെ പ്രകൃതി ഭംഗിയും മനോഹാരിതയും സസ്യശ്യാമള കോമളമായ കേരളം എന്ന് പറയുന്നത്. അത്തരത്തിൽ കൃത്യമായി ഒരു ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മള് റേഡിയോ തുറക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോ കറക്റ്റാവുമ്പോഴല്ലേ നമ്മുടെ എഫോണിന്റെ റേഡിയോ കിട്ടും. അതുപോലെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോളമാണ് ഭൂമി. ആ ഭൂമിയിൽ 2/3 ഭാഗം കടലാണ്. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ താമസിക്കാൻ പറ്റില്ല. അവിടെ മത്സ്യങ്ങൾക്ക് മാത്രമേ താമസിക്കൂ. ആമകൾക്ക് താമസിക്കും. അതിൽ 1/3 ഭാഗമുള്ള കരയിലാവട്ടെ അതിൽ പകുതി ഫോറസ്റ്റാണ്, കാടാണ്. ആമസോൺ കാട് ഒരു രാജ്യത്തിന്റെ വലിപ്പാണ്, കുറെ തമിഴ്പാട്. അതിൽ കരയുള്ളവയിൽ 1/3 ഭാഗത്ത് കുറെ അന്റാർട്ടിക്ക മഞ്ഞാണ്. 1/3 ഭാഗത്തെ മനുഷ്യന്മാർക്ക് താമസിക്കണം. ആ 1/3 ഭാഗത്ത് താമസിക്കുന്ന മനുഷ്യർ 6 വൻകരകളിൽ ഒരു വൻകര മാത്രമാണ് ഏഷ്യ വൻകര. അതിൽ ചൈന, റഷ്യ പോലുള്ള വലിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഒരു കൊച്ചു രാജ്യമാണ്. റഷ്യയുടെ 5/1 വലുപ്പയുള്ള ഇന്ത്യക്ക്. ആ ഇന്ത്യയിൽ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആ സംസ്ഥാനങ്ങളിലെ ഒരു ജില്ലയുടെ വലുപ്പമേ ഉള്ളൂ കേരളത്തിൽ. ഒരു നേന്ത്രപ്പഴത്തിന്റെ ഷെയ്പ്പിലുള്ള ഈ കേരളം. ആ കേരളത്തിൽ 14 ജില്ലകളിൽ ഒരു ജില്ല മാത്രമാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ 10-75 പഞ്ചായത്തുണ്ട്. അതിലൊരു പഞ്ചായത്ത് മാത്രമാണ് പനച്ചിക്കാട്. ആ പനച്ചിക്കാടിൽ 10-18 വാർഡില്ലേ, 24 വാർഡ്. 24 വാർഡുകളിൽ ഒരു വാർഡ് മാത്രമാണ് കുഴിമറ്റം. ആ വാർഡിൽ 500 വീടുണ്ട്. ആ 500 വീട്ടിൽ ഒരു വീട് മാത്രമാണ് നമ്മുടെ വീട്, അല്ലെ? ആ വീട്ടിൽ കുറെ മുറിയുണ്ട്. അതിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിൽ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ കിടക്കുന്ന കട്ടിൽ. ആ കട്ടിലിൽ തന്നെ ഫുള്ളായിട്ട് കിടക്കില്ല, ഒരു സൈഡ് മാത്രമേ നമുക്ക് കിടക്കാറുള്ളൂ. ഈ അണ്ടകടാകത്തിൽ ഈ കട്ടിലിന്റെ സൈഡ് കിടക്കുന്ന നമ്മൾ വിചാരിച്ച ഈ ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ, ദൈവത്തെ തളർത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ എത്ര ചെറുതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. ചില ആളുകളുടെ നടത്തം കാണുമ്പോഴേക്കും ഈ ലോകം ഞാനാണ് നിയന്ത്രിക്കുന്നത്. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ആ നമ്മൾ വലുതാവാനുള്ള മാർഗം നമ്മുടെ ഉള്ളു വലുതാക്കുക എന്നത്. അതിന് ശ്രീനാരായണഗുരു പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ആഹ്വാനമാണ്. വിദ്യ നേടി പ്രബുദ്ധരാവുക. എന്താണ് ഇതർത്ഥം? പഠിക്കുക എന്ന് മാത്രമല്ല. അതിൽ ആദ്യത്തെ ഭാഗം നമ്മുടെ കുട്ടികളെല്ലാം നേടുന്നുണ്ട്, വിദ്യ നേടുന്നുണ്ട്, പക്ഷെ പ്രബുദ്ധതയില്ല. എന്താണ് ഈ പ്രബുദ്ധത? പ്രബുദ്ധത എന്ന് പറയുന്നത് പ്രകർഷേണയുള്ള